ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ രാവിലെ തന്നെ ഞങ്ങളൊക്കെ ഒരു യാത്രയ്ക്ക് വേണ്ടി റെഡിയാവുകയാണ് കേട്ടോ. ഞാൻ വിശദമായിട്ട് എല്ലാവർക്കും വഴിയെ പറഞ്ഞു തരാം. അപ്പത്തന്ന് തന്നെ അദീനയെ റെഡിയാക്കി, അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി. പിന്നെ അതേ ബിനുവേട്ടനും വേഗം റെഡിയായി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ബൈക്ക് വെക്കുന്ന വീട്ടിൽ നിന്നും ബൈക്കൊക്കെ എടുത്ത് ബിനുവേട്ടൻ വന്നു. അപ്പം ഞങ്ങൾ റോഡിൽ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. വഴിയിലെ കാഴ്ചകളും എല്ലാം കണ്ട് നല്ലൊരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോഴേ വരുന്ന വഴിക്കാണ് ബിനുവേട്ടൻ പഠിച്ച സ്കൂള് കാണിച്ചു തന്നത്. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോഴേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളും വഴിയരികിൽ വളർത്തിയിരിക്കുന്നത് കണ്ടിട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ ഇടയ്ക്ക് വഴിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റി എനിക്കാണെങ്കിൽ മലകളും കാടുകളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അത് കാണുമ്പോൾ ബിനുവേട്ടൻ എപ്പോഴും വണ്ടിയൊക്കെ നിർത്തി തരാറുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിർത്തി. അങ്ങനെ മലകളും കാടുകളും പച്ചപ്പും നീരുറവുകളും അങ്ങനെ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും കണ്ട് ഞങ്ങൾ യാത്ര പിന്നെയും തുടർന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളതും എന്നാൽ അധികം ആരും വന്ന് കണ്ട് പരിചയമില്ലാത്തതുമായ ഒരു സ്ഥലം കാണാനാണ് കേട്ടോ. പെരിന്തൽമണ്ണയിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഉള്ളത്. കീഴാറ്റൂർ എന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് 500-നും 600-നും ഇടയ്ക്ക് പഴക്കമുള്ള പൂന്താനം ഇല്ലമാണ്. നമ്മുടെ മലയാളത്തിലെ ഭക്തകവിയായിരുന്ന പൂന്താനം ജീവിച്ചിരുന്ന ഒരു ഇല്ലമാണിത്. ഗേറ്റ് വരെ മാത്രമേ വാഹനങ്ങൾ കടത്തി വിടുള്ളൂ കേട്ടോ. ഗേറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം 100 മീറ്റർ അകത്തേക്ക് പോയാൽ ഇല്ലങ്ങ് എത്തും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണണവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.